എന്താണെങ്കിലും സ്വഹീഹ് ബുഖാരിയിൽ ഒന്നാമത്തെ ഹദീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് നമ്പർ 1 ഈ പഠിക്കുന്ന ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. സ്വഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് 7 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ മാത്രമല്ല, 7 തവണ ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് ആ നമ്പറുകൾ വേണമെങ്കിൽ കൂട്ടി വെക്കാം. ആയത്ത് നമ്പർ ഏതായിരിക്കും? ആയത്ത് നമ്പർ 1. അപ്പൊ ഹദീസ് നമ്പർ 1 ഇതാണ്. രണ്ടാമത് 54. സ്വഹീഹ് ബുഖാരിയിൽ 54-ാമത്തെ ഹദീസും ഇതേ ഹദീസാണ്. പിന്നെ 2529, 2529, 3898. നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതാമെങ്കിലും കുഴപ്പമില്ല, ഒട്ടുക്കുണ്ട് എഴുതിയാൽ മതി. 3898, 5070, 6689, 6953. ഏഴെണ്ണല്ലോ. അപ്പൊ 7 തവണ ഈ ഹദീസ്, അതല്ല ഒന്നുണ്ട് ആദ്യം. ഒന്ന് 54, 2529, 3898, 5070, 6689, 6953. ഇങ്ങനെ 7 പ്രാവശ്യം സ്വഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ 1907 ഹദീസ് നമ്പർ. ഒരു തവണയാണ് മുസ്ലിമിൽ വന്നത്. 1907. പിന്നെ ഇമാം അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്, പിന്നെ ഇമാം തൊബരി, ഇമാം ബൈഹഖി തുടങ്ങി ഇമാം മാലിക്കിന്റെ മുവത്തയിലല്ലാത്ത ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ ഈ ഹദീസ് ഇല്ല. എന്നാൽ ഇമാം മാലിക് വഴി ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇമാം മാലിക് പരമ്പരയിൽ ഉണ്ടായിക്കൊണ്ട് ഈ ഹദീസുണ്ട്. ഇമാം മാലിക് മുവത്ത എന്ന കിതാബ് എഴുതിയപ്പോൾ ആ കിതാബിൽ ഈ ഹദീസ് ഇല്ല എന്ന് മാത്രം. ഇമാം മാലിക്കിന് ഉദ്ധരിച്ച ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് ആ കിതാബിൽ ഈ ഹദീസ് വന്നിട്ടില്ല എന്ന് മാത്രം. ബാക്കി ഏതാണ്ട് ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രസിദ്ധി കിട്ടിയ, വളരെ വ്യാപകമായി പ്രചാരം ലഭിച്ച ഹദീസാണ് ഈ ഹദീസ്.